ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് മഹാഭാഗവത നിത്യപാരായണം. ഇന്ന് ദശമസ്കന്ധത്തിലെ 52-ാമത്തെ അധ്യായം. ഭഗവാൻ ജരാസന്ധനെ ജയിക്കാൻ അനുവദിക്കുകയും 17-ാമത്തെ പ്രാവശ്യം അക്ഷാവതി പടയും കൂട്ടി വന്നപ്പോൾ അദ്ദേഹത്തെ ജയിച്ച് മധുര കംസന്റെ സന്തതികൾ തന്നെ കുറച്ചുനാൾ വാഴട്ടെ എന്ന് അനുവദിച്ചുകൊണ്ട് ജരാസന്ധനെ ജയിക്കാൻ അനുവദിക്കുകയും ഭഗവാൻ പർവ്വതത്തിന്റെ മുകളിൽ നിന്നും ചാടുന്നതുമായി തൻ്റെ ദ്വാരകയിലേക്ക് പ്രവേശിച്ച് എല്ലാ ജനങ്ങളെയും ദ്വാരകയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. അതിനു മുന്നേ തന്നെ ദ്വാരകയിൽ പോകുന്നതും അവിടെ നിന്ന് രുക്മിണി ദേവി ഭഗവാൻ സന്ദേശം അയക്കുന്നതുമൊക്കെയാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥന ശ്ലോകങ്ങൾ. ഓം തത്സത്. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധി കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോऽഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതത് കഥാപ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണകീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേദാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിംബരം തം നമാമി ഹരിംബരം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ജന്മാദസ്യേതോന്വയാദിതരഗച്ഛാത്വേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യൽ സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. ധർമ്മപ്രോജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വര സദ്യോ ഹൃദ്യവരുത്തദേത്ര പൃഥിവി ശുശ്രൂഷുഭി തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുക. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് മഹാഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 52-ാമത്തെ അധ്യായം. ബലരാമൻ ദേവതി ദേവിയെ വിവാഹം കഴിക്കുന്നതും മറ്റുള്ള എല്ലാ കാര്യങ്ങളും വളരെ ചുരുക്കി പരീക്ഷത്തിന് ശ്രീ ശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തപ്പോൾ ഭഗവാന്റെ രുക്മിണി ദേവി ഭഗവാനെ കല്യാണം കഴിച്ചു എന്നൊക്കെ ചുരുക്കി പറഞ്ഞപ്പോൾ എപ്രകാരമാണ് രുക്മിണി ദേവി ഭഗവാനെ കല്യാണം കഴിക്കാൻ ഇടവന്നത് എല്ലാം വിശദമായി പറഞ്ഞു തരൂ എന്ന് ചോദിക്കുകയാണ്. അപ്രകാരം വിശദമായിട്ട് രുക്മിണി ദേവി സന്ദേശമയക്കുന്നതും ഒക്കെ ഈ അധ്യായത്തിൽ പരാമർശിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അത ദശമസ്കന്ധ 55-തമോധ്യായ. ശ്രീശുകോവാച. ഇത്തം സോനുഗൃഹീതോംഗ കൃഷ്ണേനേച്ഛാഗുനന്ദന തം പരിക്രമ്യ സന്നമ്യ
നിശ്ചക്രാമ ഗുഹാമുഖാത്. ക്ഷുല്ലകാനുമർത്യാൻ പശൂൻ വിരുദ്വനസ്പതീൻ മത്വാ കലിയുഗം പ്രാപ്തം ജഗാമാദിശമുത്തരാ. തപശ്രദ്ധായുധോ ധീരോ നിസ്സംഗോ മുക്ത സംശയ സമാദായ മനഃ കൃഷ്ണേ പ്രാവിശദ്ഗന്ധമാദനം. പരര്യാശ്രമമാസാദ്യ നരനാരായണാലയം സർവദ്വന്നാ സഹശാന്ത തപസാരാധയദ്ധരീം. ഓം ശ്രീകൃഷ്ണായ നമഃ. മുചുകുന്ദന്റെ ബദരി ആശ്രമത്തിൽ പോയി തപസ് ചെയ്യുന്നതാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. ഭഗവാൻ പുനരാവ്രജ്യ പുരീമ്യവനവേഷ്ടിതാം അത്വാം ലേശബലം നിന്നെ തദീയം ദ്വാരകാന്തനം. ഓം ശ്രീകൃഷ്ണായ നമഃ. വിലോക്യ വേഗരഭസം വിഭുസൈന്യസ്യ മാധവോ മനുഷ്യശ്രേഷ്ഠമാപന്നു രാജൻ ദുദ്രുവദുർദ്രുതം. വിഹായ വിത്തം പ്രചുരം അഭീതോ ഭീരുഭീതവർ പദ്ഭ്യാം പദ്മകലാശാഭ്യാം ചേര ദുർബഹുയോജനം. മനുഷ്യനെ പോലെ നടിച്ചുകൊണ്ട് ഭഗവാൻ ജരാസന്ധനെ ഭയന്ന മാതിരി ഓടിപ്പോകുന്നതൊക്കെയാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലായമാനോ തൗ ദൃഷ്ട്വാ മാഗധ പ്രഹസൻ ബലീം അന്നദാവദ്ദാനീകേ ഈശയോരപ്രമാണവിത്. പ്രദ്യുത്യ ദൂരം സംശ്രാന്തോ തുംഗമാരൂഹതാം ഗിരിം പ്രവർഷണാഖ്യം ഭഗവാൻ നിത്യദാ യത്ര വർഷതി. ഗിരോനിരീനാവാജ്ഞായ നാദിഗമ്യ പദം നൃപ തദാഹ ഗിരിമേധ്യോഭിः സമന്താദഗ്നിമുത്സൃജൻ. തത ഉത്പദ്യ തരസാദഹ്യമാന തടാദുഭോ ദശൈകയോജനോ തുംഗാ നിവേദതുരഥോ ഭുവി. ഭഗവാൻ പർവ്വതത്തിന്റെ മേലെ കയറി. അപ്പോൾ ജരാസന്ധൻ ചുറ്റും പർവ്വതത്തിന് ചുറ്റും അഗ്നിയിട്ട് അവരെ ചുട്ടുകരിക്കുവാൻ എന്ന് കരുതി അഗ്നിയിട്ടിട്ട് പോവുകയാണ്. ഓം ശ്രീകൃഷ്ണായ നമഃ. അലക്ഷ്യമാണോ രിഗുണ സാനുഗേന യദൂത്തമോ സ്വപുരം പുനരായാദോ സമുദ്രപരികാം നൃപാ. ഓം ശ്രീകൃഷ്ണായ നമഃ. ആനർദ്ധാധിപതി ശ്രീമാൻ രേവതോ രേവതീസുതാം ബ്രഹ്മണാ ചോദിതപ്രാതാത് ബലായേതി പുരോദിതം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദൈവതന്റെ പുത്രിയായ രേവതിയെ ബ്രഹ്മാവിന്റെ ആജ്ഞയാൽ ബലരാമദേവന് വിവാഹം ചെയ്തു കൊടുക്കുന്ന ഭാഗമാണ് പാരായണത്തിലേക്ക്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാനപി ഗോവിന്ദ ഉഭയമേ ഗുരുദ്വഹ വൈദർഭ്യം ഭീഷ്മകസുതാം ശ്രേയോ മാത്രാം സ്വയംവരേ. സ്വയംവരത്തിൽ ഭഗവാൻ വൈദർഭിയെ രുക്മിണിയെ വിവാഹം ചെയ്തു എന്ന് പറയുകയാണ്. പ്രമദ്യതരസാരാജ്ഞാ സാലാദിൻ ചെയ്ത പക്ഷകാൻ പശ്യതാം സർവലോകാനാം താച്യപുത്രസുതാമിവ. ഭഗവാൻ ഭീഷ്മകസുതാം രുക്മിണീ രുചിരാനനാം രാക്ഷസേന വിധാനേന ഉപമേയം. എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഗരുഡൻ തന്റെ ഇരയെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷിതിന് സംശയം ജനിക്കുകയും അതെപ്രകാരമാണ്, എന്തുകൊണ്ടാണ് അപ്രകാരം നടന്നത്, രാക്ഷസ വിധിപ്രകാരം എന്തുകൊണ്ടാണ് വിവാഹം ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഭഗവൻ ശ്രോതുമിച്ഛാമി കൃഷ്ണസ്യാമിത തേജസ യഥാമാഗത സാൽവാദിൻ ജിത്വാ കന്യാമുപാകരത്. ബ്രഹ്മൻ കൃഷ്ണകഥ പുണ്യ സ്വാധീർലോക ലോകമലാപഹ ഓനു തൃപ്തേന ശൃണ്വാന ശ്രുതജ്ഞോ നിത്യനൂതന. ആ ഭഗവാന്റെ കഥ, സർവ്വപാപങ്ങളെയും ഇല്ലാതാക്കുന്ന ആ ഭഗവാന്റെ കഥ വിശദമായി പറഞ്ഞു തരൂ. ലോകത്ത് ശാശ്വതമായിട്ടുള്ളത് ആ ഭഗവത് കഥ മാത്രമാണ് എന്ന് പറയുകയാണ് പരീക്ഷിത്. ശ്രീശുഗോവാച രാജാസി ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹാൻ
തസ്യ പഞ്ചാഭവൻ പുത്ര കന്യൈകാ ച വരാനന. രുക്മ്യഗ്രജോ രുക്മരഥോ രുക്മബാഹുരനന്ദര രുക്മകേശോ രുക്മമാലി രുക്മിണ്യേഷാം സ്വസാസതി. ഭീഷ്മകന്റെ പുത്രന്മാരും 4 പുത്രന്മാരും 1 പുത്രിയും ഉണ്ടായി. അവരുടെ പേരാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. സോപശ്രുത്യ മുകുന്ദസ്യ രൂപവീര്യ ഗുണാശയ ഗൃഹാഗതേ ഗീയമാനസ്തമ്മേനേ സദശംപതിം. താം ബുദ്ധിലക്ഷണൗദാര്യ രൂപശീലഗുണാശ്രയാം കൃഷ്ണസ്യ സദൃശീം ഭാര്യാം സമുദ്യോടും മനോദധേ. ബന്ധൂനാമിച്ഛതാം ദാതും കൃഷ്ണായ ഭഗിനീം നൃപ തതോ നിവാര്യ കൃഷ്ണദ്വിരുക്മീ ചൈദ്യം മമന്യത. തദവേദ്യാസിതാപാംഗീ വൈദർഭി ദുർമനാഭൃശം വിചിന്ത്യാപ്തം ദ്വിജം കഞ്ചിത് കൃഷ്ണായ പ്രാചീനോദ്ധൃതം. ദ്വാരകാംശ സമഭ്യീത്യ പ്രതീഹാരേ പ്രവേശിത അവശ്യദാദ്യം പുരുഷം ആസീനം കഞ്ചനാസനേ. ദൃഷ്ട്വാ ബ്രഹ്മണ്യദേവസ്താമവരുഹ്യ നിജാസനാദ് ഉപവേശ്യാർഹയാ അഞ്ചക്രേ യഥാ സ്നാനം ദിവൗകസാ. തം ഭുക്തവന്തം വിശ്രാന്തം ഉപഗമ്യ സദാം ഗതി പാണീനാഭിർമിഷൻ പാദാവ്യഗ്രസ്തമച്യുത. കച്ചിദ്വിജവരശ്രേഷ്ഠ ധർമ്മസ്യ വൃദ്ധസമ്മതാ വർത്തതേനാദികൃച്ഛ്രേണ സന്തുഷ്ടമനസഃ സദാ. സന്തുഷ്ടോ യർഹി വർത്തേത ബ്രാഹ്മണോ യേന കേനചിത് അഹീയമാനസ്വധർമാത് സഹ്യസ്യാഖിലകാമധു. അസന്തുഷ്ടോ സകൃല്ലോകാനാപ്തോ നൃത്യപി സുരേശ്വര അകിഞ്ചനോപി സന്തുഷ്ടാ ശ്രേതേ സർവാഗവിജ്വരാ. വിപ്രാൻ സ്വലാഭ സന്തുഷ്ടാൻ സാധൂൻ ഭൂതസുഹൃത്തമാൻ നിരഹങ്കാരിണഃ ശാന്താൻ നമസ്യേ ശിരസാ സകൃത്. കുശലം ബ്രഹ്മൻ രാജതോ യസ്യ കിപ്രജാ സുഖം വസതി വിഷയേ പാല്യമാനാ സമേ പ്രിയാ. യതസ്ത്വമാഗതോ ദുർഗം നിസ്തീരേഹൈദിച്ഛയാ സർവം നോ ബ്രൂഹ്യ ഗുഹ്യം ചേത് കിം കാര്യം കരവാമതേ. ഏവം സംപ്രശ്നോ ബ്രാഹ്മണ പരമേഷ്ഠിന ലീലാഗൃഹീതദേഹേന തസ്മൈ സർവമവർണ്ണയത്. ഓം ശ്രീകൃഷ്ണായ നമഃ. രുക്മിണ്യുവാച ശ്രുത്വാൻ ആ ഒരു ബ്രാഹ്മണന്റെ അടുത്ത് തന്റെ ദുഃഖം പറഞ്ഞ് അയക്കുകയും ആ ബ്രാഹ്മണൻ വന്ന് ഭഗവാനെ കണ്ട് ഇങ്ങനെ പ്രകാരം രുക്മിണി ദുഃഖിച്ചിരിക്കുകയാണ്. രുക്മിണി ദേവി ഭഗവാനെ കണ്ടിട്ടേ ഇല്ല. ഭഗവാനെ കുറിച്ച് പറയുന്നത് കേട്ട് ഭഗവാനിൽ തന്റെ മനസ്സ് സമർപ്പിക്കുകയും അപ്രകാരം തനിക്ക് ശിശുപാലനുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ ഭഗവാന് സന്ദേശം അയക്കുന്നതുമാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രുക്മിണി ദേവിയുടെ സന്ദേശമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. രുക്മിണ്യവാച ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണ വിവരേർഹരതോംഗതാപം രൂപം ദൃശാദൃശിമതാമഖിലാർത്ഥലാഭം ത്വയ്യച്യുതാ വിശതി ചിത്തമപത്രവം മേ. കാത്വം മുകുന്ദമഹരേ കുലശീലരൂപാ വിദ്യാവയോദ്ര ദ്രവിണധാമഭിരാത്മതുല്യം ധീരാപരിം കുലവതീന വ്രണീതകന്യാ കാലേ നൃസിംഹ നരലോക മനോഭിരാമം. തന്മേ ഭവാൻ ഖലു ഹൃദപതിരംഗജായ ആത്മാർപ്പിതശ്ച ഭവതോത്ര വിഭോ വിദേഹി മാ വീരഭാഗമവിമർശതു ചൈദ്യ ആരാത് യോ ഗോമായോൻ മൃഗപദേ ബലിമംബുജാക്ഷ. പൂർത്തേഷ്ടദത്ത നിയമവ്രതദേവ വിപ്ര ഗുർവർച്ചനാദിഭിരലം ഭഗവാൻ പരേശ ആരാധിതോ യദി ഗദാഗ്രത ഏത്യപാണിം ഗൃഹ്ണാതു മേ ന ദമഘോഷ സുതാദയോന്യേ. മൃഗരാജൻ തന്റെ ഇരയെ കൊണ്ടുപോകുന്നത് പോലെ എന്നെ കൊണ്ടുപോയാലും എന്ന് പറയുകയാണ്. ശോഭാവിനി ത്വമജിതോദ്വഹനേ വിദർഭാൻ ഗുപ്തസമേത്യ പൃതനാപതി വിപരീത നിർമദ്യ ചെയ്തം മഗധേന്ദ്രബലം പ്രസഹ്യ മാം രാക്ഷസേന വിധിനോദ്വഹവീരശുൽക്കാം. അന്തഃപുരാന്തരചരീ മനിഹത്യബന്ധൂം സ്വാമുദ്വഹേ കഥമിതി പ്രവദാമ്യുപായം പൂർവേദ്യുരസ്തി
വഹതി കുലദേവി യാത്ര യസ്യാം ബഹിർനവവതു ഗിരിജാമുപേയാത്. രാക്ഷസൻ ഈ പ്രകാരം എന്നെ വീരം ശുൽക്കം വരദക്ഷിണയായി നൽകിയിട്ട് കൊണ്ടുപോയാലും അത് എപ്പോഴാണെന്ന് പറയുകയാണ്. ഞാൻ ഭഗവാൻ ദേവിയെ ആരാധിക്കുവാനായിട്ട് ആ ഗിരിജാലയത്തിലേക്ക് പോകും. ആ സമയത്ത് വന്ന് എന്നെ കൊണ്ടുപോയാലും എന്ന് പറയുകയാണ്. ഋഷ്യാംഗിൽ പങ്കജ സ്വപനം മഹാന്തോ വാഞ്ചന്യുമാപതിരിമാത്മതമോപഹത്തെ യർഹ്യംബുജാക്ഷനലഭയേ വവത്പ്രസാദം ജഹ്യാമസൂന്ദ്രതകൃശാൻ ശതജന്മഭി സ്യാത്. ഈ ജന്മത്തിൽ ഭഗവാനെ ലഭിച്ചില്ലെങ്കിൽ ഭഗവാനല്ലാതെ വേറെ ആരെങ്കിലും തന്നെ വിവാഹം ചെയ്താൽ താൻ ജീവിച്ചിരിക്കുകയില്ലെന്നും 100 ജന്മം എടുത്താലും ആ ഭഗവാനെ തന്നെ പ്രാപിക്കും മാത്രം ചെയ്യുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സന്ദേശം നിർത്തുകയാണ്. ബ്രാഹ്മണോവാച ഇത്യതേ ഗുഹ്യ സന്ദേശ യദുദേവമയാഹുത വിമർശ്യ കർത്തും യച്ഛാത്ര ക്രിയതാം തദനന്തരം. ഓം തത്സത്. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണ്യുദ്വാഹ പ്രസ്താവേ 55-തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത കീർത്തനത്തോടുകൂടി ഇന്നത്തെ ഭാഗവത പാരായണം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുകയാണ്. ഓം തത്സത്. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. കിങ്കിണി പദകമല കൃഷ്ണ കങ്കണ കരയുകള കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല ദേവാ ജയ ജയ ഭാഗവത. നവനീതഹര കൃഷ്ണ കരുണീ ചിത്തഹര ദയയാ പാലയ ദാമോദര ഹരി തുളസീദാമോദര ദേവാ ജയ ജയ ഭാഗവത. ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവജന ദേവാ ജയ ജയ ഭാഗവത. നന്ദകുമാര ഹരി കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടഗിരീകൃത സ്തുതിവര ശുഭഫലദ ദേവാ ജയ ജയ ഭാഗവത. പൂന്താന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത. ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ശങ്കരാചാര്യ വിരചിത വിഷ്ണു ഭുജംഗ പ്രയാണത്തോടുകൂടി ഇന്നത്തെ പാരായണം ഭഗവാന്റെ തൃക്കാലത്തിൽ സമർപ്പിക്കുകയാണ്. ഓം തത്സത്. വിദംശം വിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുരീയം